വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 14, 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 5 അപ്പം 5000 പേർക്ക്. യേശു ഇതു കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എന്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിനു ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് അപ്പം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരായിരുന്നു. യേശുവിന്റെ പ്രായോഗിക പരിശീലന പദ്ധതികളിൽ ഒന്ന്. വിശുദ്ധ മത്തായിയുടെ വിവരണമനുസരിച്ച് യോഹന്നാൻ മാംദാന ശിരച്ഛേദനം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യേശു തനിയെ ഒരു വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങി എന്നാണ് നാം കാണുന്നത്. തന്റെ ജ്യേഷ്ഠ സഹോദരനും കൂടിയായ യോഹന്നാൻ ദാരുണമായി വധിക്കപ്പെട്ട ആ സംഭവത്തെ സംബന്ധിച്ച് തന്റെ പിതാവുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതായിരിക്കാം യേശുവിന്റെ ലക്ഷ്യം. അങ്ങനെ യേശു തനിച്ച് വിജനപ്രദേശത്ത് പിതാവുമായിട്ട് സംവദിക്കുന്ന ആ സമയത്തിനുള്ളിൽ നിമിഷങ്ങൾക്കകം യേശുവിനെ തിരക്കി ശിഷ്യന്മാരടക്കം വലിയൊരു ജനക്കൂട്ടം അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. മത്തായി പ്രത്യേകിച്ച് നമ്മോട് പറയുന്നു, അവരൊക്കെ കാൽനടയായിട്ട് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിയിട്ടാണ് യേശുവിനെ അന്വേഷിച്ച് അവിടെ എത്തിയത് എന്ന്. അവരുടെ ആത്മാർത്ഥതയും സ്നേഹവായ്പും കണ്ടപ്പോൾ യേശു സ്വാഭാവികമായിട്ട് അവരെ സ്വീകരിച്ച് അവരോട് ഹൃദയം തുറന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നു. അവരാകട്ടെ വളരെയധികം താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടെ യേശുവിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. സമയം പോയത് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. സന്ധ്യയായി. അവരാണെങ്കിൽ ക്ഷീണിതരുമാണ്. ജനങ്ങൾ വളരെയധികം വന്നുകൂടിയിരിക്കുന്നു. ക്ഷീണിതരായിട്ടുള്ള ആ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് യേശു. പക്ഷേ യേശുവിന്റെ ഈ ആശയത്തെ നിരുത്സാഹപ്പെടുത്തത്തക്ക വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ശിഷ്യന്മാരിൽ നിന്ന് ആരംഭത്തിലുണ്ടായതായിട്ട് നാം കാണുന്നത്. അതിന് കാരണമുള്ളത് ഇത്രയും വലിയ ഒരു ജനാവലിക്ക് ഭക്ഷണം കൊടുക്കാൻ അവരാലോചിച്ചിട്ടൊരു വഴിയില്ല. വിജനമായ പ്രദേശത്ത് ഭക്ഷണം കിട്ടാനുള്ളൊരു വഴിയില്ല. എങ്ങനെ എവിടെ നിന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കും എന്നുള്ളതായിരിക്കാം അവരുടെ ചിന്തയിൽ പോയത്. അതുകൊണ്ടായിരിക്കാം ഒരു തരം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണം അവരിൽ നിന്നുണ്ടാകാൻ ഇടവന്ന് കാണുക. യേശു അന്വേഷിച്ച് മനസ്സിലാക്കുന്നു, 5 അപ്പമാണ് ആകെയുള്ളത്. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു അത് തന്റെ പക്കലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവരപ്പെട്ട ആ 5 അപ്പത്തെ തന്റെ പിതാവുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് അപ്പത്തെ ആശീർവദിക്കുന്നു. അത്ഭുതകരമായ രീതിയിൽ ആ അപ്പം പെരുകുന്നു, വർദ്ധിക്കുന്നു. അങ്ങനെ പെരുകിയ അപ്പം, വർദ്ധിക്കപ്പെട്ട ആ അപ്പം മുഴുവനും ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് ജനങ്ങൾക്കായിട്ട് വിളമ്പിക്കൊടുക്കാൻ. ശിഷ്യന്മാർ നിർദ്ദേശമനുസരിച്ച് ജനങ്ങൾക്ക് തീറ്റിപ്പോറ്റുന്നു.
ജനങ്ങൾക്കാകട്ടെ ഒരിക്കലും മറക്കാനാവാത്ത വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു വിരുന്ന് സൽക്കാരം ആസ്വദിച്ച ഒരനുഭവം. അത്രയും സംതൃപ്തമായ രീതിയിൽ അവർ ആ ഭക്ഷണം ആസ്വദിച്ചു എന്നും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കാണാം. ബാക്കി ശേഷിച്ച അപ്പക്കഷ്ണങ്ങളൊന്നും ഉപയോഗശൂന്യമാകാൻ യേശു അനുവദിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ഇടവന്ന ആളുകള് പുരുഷന്മാർ തന്നെ 5000-ഓളം പേരുണ്ടായിരുന്നുവെന്ന് സുവിശേഷത്തിൽ നാം വായിക്കാനിടവരുന്നു. സ്ത്രീകളും കുട്ടികളും ഏകദേശം അത്രത്തോളം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു ജനാവലിയാണ് ആ വിജനപ്രദേശത്ത് യേശുവിൻ അത്ഭുതകരമായിട്ട് വർദ്ധിപ്പിച്ച ആ അപ്പം തൃപ്തിയോടുകൂടി ഭക്ഷിക്കാനിടവന്നത്. യേശുവിന്റെ ദൈവികത പ്രകടമാക്കപ്പെടുന്ന ഒരു വഴി എന്ന രീതിയിൽ നമുക്കിതിനെ വീക്ഷിക്കുന്നതിൽ തെറ്റില്ല. തന്റെ സഭയെ നയിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള തന്റെ ശിഷ്യന്മാർക്ക് പലതരം ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന പ്രായോഗിക പരിശീലന ഒരു പദ്ധതിയും കൂടിയായിരുന്നു ഇത് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണം വിചാരിക്കാൻ.